Hi friends, welcome to Chakravani Classes 2.0. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ തുടങ്ങി വെച്ചത്. അപ്പോൾ 7ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ മറ്റൊരു ചാപ്റ്ററായ അന്നപദത്തിലൂടെ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, റിവിഷൻ ക്ലാസ് ആയിട്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ്, റിവിഷൻ ക്ലാസ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. കാരണം ഇതിലെല്ലാ പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബയോളജി നമ്മൾ ഇട്ടിട്ടുണ്ട്. നേരത്തെ നമ്മൾ പ്ലേലിസ്റ്റിൽ, നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ കയറി നോക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ ചാപ്റ്ററൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ തുടങ്ങുകയാണ്. ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിലാണ്, കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ജീവികൾ ആഹാരം സ്വീകരിക്കുകയോ പ്രയോജനപ്പെടുത്തുകയോ ചെയ്യുന്നതിനെ എന്തെന്ന് പറയുന്നു? നമ്മൾ വായിക്കാം. ജീവികൾ ആഹാരം സ്വീകരിക്കുകയോ പ്രയോജനപ്പെടുത്തുകയോ ചെയ്യുന്നതിനെ എന്തെന്ന് പറയുന്നു? ഓക്കെ, അതിനെന്ന് പറയുന്നു പോഷണം എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? പോഷണം എന്നാണ് പറയുന്നത്. അതായത് ഒരു ജീവി ആഹാരം സ്വീകരിക്കുകയും ആ ആഹാരത്തെ എന്ത് ചെയ്യുന്നു, പ്രയോജനപ്പെടുത്തുക മീൻസ് എന്താണ്, അതിൻ്റെ വളർച്ചയ്ക്കായും അതിൻ്റെ ശരീരത്തിൻ്റെ നിർമ്മാണങ്ങൾക്കായും ഒക്കെ ഉപയോഗിക്കുന്നതിനാണ് നമ്മളെന്ന് പറയുന്നത് പോഷണം എന്ന് പറയുന്നത്, ന്യൂട്രീഷൻ എന്ന് പറയും അല്ലേ. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ആഹാരം വഴി സ്വീകരിക്കുന്നതിനാണെന്ന് പറയുന്നത് പോഷണം അല്ലെങ്കിൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെ? ഓക്കെ, ഒന്നുകൂടെ വായിക്കാം. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെ? ഓക്കെ, ക്ലിയർ ആണല്ലോ അത്. അതായത് ഫോട്ടോസിന്തസിസിന്, പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായിട്ടുള്ള, പ്രകാശ സംശ്ലേഷണം നടക്കുന്ന എവിടെയാണ്? സസ്യങ്ങളാണല്ലേ, പ്രധാനമായിട്ടും സസ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. ഓക്കെ, സസ്യങ്ങൾക്ക് അപ്പോൾ പ്രകാശ സംശ്ലേഷണം നടക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് ചോദ്യം. ഒന്നാമത്തെ പ്രധാന ഘടകം എന്ന് പറയുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് CO2 അല്ലേ. രണ്ടാമത്തത് ജലം. മൂന്നാമത്തത് സൂര്യപ്രകാശം. ഓക്കെ, സൺലൈറ്റ്, സൂര്യപ്രകാശം. ഓക്കെ, ഇത്രയാണ് പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, സൂര്യപ്രകാശം. ഇതല്ലാതെ ഹരിത സസ്യങ്ങളിലായിട്ടൊരു സാധനമുണ്ട്. എന്താണ്? ഹരിതകം. എന്താണ്? ഹരിതകം. അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയാൻ, ക്ലോറോഫിൽ എന്ന് പറയുമല്ലേ. ക്ലോറോഫിൽ, ഇംഗ്ലീഷ് എന്ന് പറയും, ക്ലോറോഫിൽ എന്ന് പറയും. മെയിനായിട്ട് നമ്മൾ ക്ലോറോഫിൽ എന്നാണ് കേട്ടുള്ളത് അല്ലേ. ഹരിതകം. ഈ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളും അതിനെ സഹായിക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ പ്രകാശ സംശ്ലേഷണത്തിനെ സഹായിക്കാനായിട്ട് സസ്യങ്ങൾ, ഹരിത സസ്യങ്ങളിൽ കാണപ്പെടുന്ന ഹരിതകം എന്ന എന്താണ്, വർണ്ണകം. ഹരിതകം എന്താണ്? ഒരു വർണ്ണകമാണ്, ഒരു പിഗ്മെന്റ് ആണല്ലേ, ഒരു കളേർഡ് പിഗ്മെന്റ് ആണ്, പച്ച നിറത്തിലുള്ള ഒരു പിഗ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു വർണ്ണകമാണ് എന്ന് പറയുന്നത് ഹരിതകം എന്ന് പറയുന്നത്. അപ്പൊ ഹരിതകത്തിന്റെ സഹായത്തോടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഘടകങ്ങൾ ഉപയോഗിച്ച് പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ എന്നുണ്ടാക്കുന്നത്, ആഹാരം ഉണ്ടാക്കുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ഈ ഘടകങ്ങൾ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ആഹാരം ഉണ്ടാക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ഘടകത്തിന്റെ അഭാവം ഉണ്ടെങ്കിൽ എന്ത് നടക്കത്തില്ല, പ്രകാശ സംശ്ലേഷണം നടക്കത്തില്ല. അതായത് ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലെങ്കിൽ ജലവും സൂര്യപ്രകാശവും ഹരിതവും വെച്ച് മാത്രമായി എന്ത് നടക്കത്തില്ല, ഫോട്ടോസിന്തസിസ് നടക്കത്തില്ല. ഇപ്പൊ ജലമില്ലെങ്കിൽ എന്ത് ചെയ്യും, ചെടി പട്ടുപോകില്ല. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ജലം കിട്ടാതെ വരുമ്പോഴത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, ചെടി കരിഞ്ഞു പോകുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ത് ചെയ്യാൻ പറ്റില്ല, ജലമില്ലാതെ സസ്യങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പിന്നെ സൺലൈറ്റ്, സൂര്യപ്രകാശം ഇല്ലാത്ത സ്ഥലത്ത് ചെടി വളരുമോ? ഇല്ല. നമ്മൾ ഈ കൊച്ചു ക്ലാസ്സിലേക്ക് എക്സ്പെരിമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ, സൂര്യപ്രകാശം എങ്ങോട്ടാണ് അടിക്കുന്നത് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, ചെടി വളഞ്ഞു പോകില്ലേ. കണ്ടില്ലേ, നമ്മളൊരു ബോക്സിനകത്ത്, കറുത്ത ബോക്സിനകത്ത് വേറെ സ്ഥലത്തൂടെയൊക്കെ എന്ത് ചെയ്യാതെ സൺലൈറ്റ് കയറാത്ത രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റ് എവിടെ കൂടെ വരുന്നോ അവിടെ കൂടെ എന്ത് ചെയ്യുന്നു, ചെടി വളഞ്ഞു പോകും. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സൺലൈറ്റ് ഒരു പ്രധാന ഘടകമാണ് എന്തിന്, പ്രകാശ സംശ്ലേഷണം. ആ വാക്യത്തിലുണ്ട്, പ്രകാശത്തെ എന്ത് ചെയ്യുന്നു, സംശ്ലേഷണം ചെയ്യുന്നു, ഫോട്ടോസിന്തസിസ്. അതാണ് പ്രകാശം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ്? സൂര്യപ്രകാശമാണ്, സൺലൈറ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, പ്രകാശ സംശ്ലേഷണത്തിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത്. ഓക്കെ, പ്രകാശ സംശ്ലേഷണത്തിന്റെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, സൂര്യപ്രകാശം, ഹരിതകം. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം, പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം ഏത്? ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എന്താണ്? പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ ഈ സസ്യം ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ സസ്യം എന്ത് ചെയ്യുന്നു, സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം ഏതാണ് ചോദ്യം.
പ്രകാശ സംശ്ലേഷണം ഫോട്ടോസിന്തസിസ് നടക്കുമ്പോഴത്തേക്കും സ്വീകരിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ അല്ലെങ്കിൽ സൺലൈറ്റിന്റെ പ്രസൻസിൽ സസ്യങ്ങൾ ഉപയോഗിക്കുന്ന വാതകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, അതേസമയം അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏത്? അതായത് പുറത്തേക്ക് പോകുന്ന വാതകം ഏതാണ്? അതേതാണ്? ഓക്സിജൻ ആണ്. ഓക്കെ, പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം എന്ന് വെച്ചാൽ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡും പുറത്തേക്ക് വിടുന്ന വാതകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? ഓക്സിജനും ആണ്. ക്ലിയർ ആണല്ലോ? അതിൽ PSC ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ ഓക്സിജൻ പുറപ്പെടുവിക്കുന്ന ഏതിൽ നിന്നാണ്? അതായത് ഈ ഘടകങ്ങളിൽ ഏതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഓക്സിജൻ പുറത്തു പോകുന്നതാണ് ചോദ്യം. ഏതിൽ നിന്നാണ്? നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഓക്സിജൻ പുറത്തേക്ക് വിടുമ്പോഴത്തേക്ക് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്? ഓക്സിജൻ പുറത്തു വരുന്നതെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ജലം വിഘടിച്ചാണ് എന്ത് ചെയ്യുന്നത്? പ്രകാശ സംശ്ലേഷണം വഴി ഓക്സിജൻ പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, ഫോട്ടോസിന്തസിസിന്റെ ഫലമായിട്ട് ജലം വിഘടിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഓക്സിജൻ പുറത്തേക്ക് പോകുന്നത്. അപ്പൊ അത് ക്ലിയർ ആയിട്ട് ഓർമ്മിച്ച് വെച്ചോളാം. PSC ചോദിച്ചാണ്, അവിടെ PSC 1 മാർക്ക് എഴുതി വെച്ചോളാം. ഓക്കെ, ഇത്ര ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം എല്ലാവർക്കും അറിയാവുന്ന ചോദ്യം തന്നെയാണ്. ഇലകൾക്ക് പച്ച നിറം നൽകുന്നതിന് അല്ലെങ്കിൽ പച്ച നിറം വരുന്നതിന് കാരണം എന്തെന്നാണ് ചോദ്യം. സസ്യങ്ങളുടെ ഇലകൾക്ക് പച്ച നിറം വരുന്നതിന് കാരണം എന്താണ്? അല്ലെങ്കിൽ ഇത് ഏത് ഘടകമാണ് പച്ച നിറം? ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പച്ച നിറത്തിലുള്ള വർണ്ണകം എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഹരിതകമാണ് ഇതിന് കാരണം. ഇലകളുടെ പച്ച നിറത്തിന് കാരണം ഹരിതകമാണ്. ഇലകളുടെ പച്ച നിറത്തിന് കാരണം എന്താണ്? ഹരിതകമാണ്. സ്വയം ആഹാരം നിർമ്മിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ കഴിവുള്ളവരെ വിളിക്കുന്ന പേരെന്താണ്? സ്വന്തമായി ആഹാരം നിർമ്മിക്കാനുള്ള കഴിവുള്ള ജീവികളെ വിളിക്കുന്ന പേര്. സ്വന്തമായി ആഹാരം നിർമ്മിക്കുക മീൻസ് വീട്ടിൽ അടുപ്പ് കൂട്ടി ആഹാരം ഉണ്ടാക്കുന്നതല്ല. സ്വന്തം ശരീരത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നു? ആഹാരം മീൻസ് ഗ്ലൂക്കോസ് അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിവുള്ള ജീവികളെ വിളിക്കുന്ന പേര് എന്തെന്നാണ് ചോദ്യം. എന്താണ്? സ്വപോഷികൾ എന്നാന്ന് വിളിക്കും. സ്വപോഷികൾ അല്ലെങ്കിൽ ഓട്ടോട്രോഫുകൾ. ഓക്കെ, സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ളവരെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്വപോഷികൾ. ഉദാഹരണം എന്താണ്? ഹരിത സസ്യങ്ങൾ എന്തിന് ഉദാഹരണമാണ്? സ്വപോഷികൾക്ക് ഉദാഹരണമാണ്. കാരണം അവയ്ക്ക് ആവശ്യമായുള്ള ആഹാരം ആരാണ് ഉണ്ടാക്കുന്നത്? അവർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് സസ്യങ്ങളാണ് ഏറ്റവും വലിയ സ്വപോഷികളെ നമുക്ക് പറയാം. ഓട്ടോട്രോഫുകളെ നമുക്ക് പറയാം, ഹരിത സസ്യങ്ങൾ. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയാതെ ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കുന്നവ. ഓക്കെ, അതായത് സ്വന്തം ശരീരത്തിൽ അല്ലെങ്കിൽ സ്വയമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ആഹാരം ഉണ്ടാക്കാൻ കഴിയാതെ എന്നാൽ ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കുന്നവർ. അതെന്തെന്ന് പറയാം? പരപോഷികൾ എന്ന് പറയാം. പരപോഷികൾ, അതായത് സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിയാതെ മറ്റുള്ള ജീവികളെ ആശ്രയിക്കുന്ന, ആഹാരത്തിനായി മറ്റുള്ള ജീവികളെ ആശ്രയിക്കുന്നവർ എന്ന് വിളിക്കും പരപോഷികൾ. ഓക്കെ, അല്ലെങ്കിൽ ഹെട്രോട്രോഫുകൾ എന്ന് വിളിക്കും. ഓക്കെ, ഹെട്രോട്രോഫ്. ഈ വാക്കുകൾ ചോദിച്ചിട്ടുള്ളതാണ്. ഓട്ടോട്രോഫും ഹെട്രോട്രോഫും ഒക്കെ പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടാ. ഇതിന് ഉദാഹരണം ജന്തുക്കൾ അല്ലേ? ജന്തുക്കൾ. പരപോഷികൾക്ക് ഉദാഹരണം എന്താണ്? ജന്തുക്കളാണ്. കാരണം മനുഷ്യൻ ഉൾപ്പെടെയുള്ള ഒരു ജീവികൾക്കും, സസ്യങ്ങളല്ലാതെ മനുഷ്യർ ഉൾപ്പെടെയുള്ള വേറൊരു ജന്തുക്കൾക്കും എന്ത് ചെയ്യാൻ കഴിവില്ല? സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാകാൻ കഴിവുണ്ട്. അതായത് രാവിലെ എണീച്ച് കുറച്ച് സൂര്യപ്രകാശം കൊണ്ട് ശരീരത്തിൽ ആഹാരം ഉണ്ടാവുമോ? ഇല്ല. ആഹാരത്തിന് നമുക്ക് എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു ജന്തുവിനെയോ അല്ലെങ്കിൽ ഒരു സസ്യത്തിനെ നമുക്ക് ആശ്രയിക്കും. മനുഷ്യൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരു ജന്തുവിനെയോ അല്ലെങ്കിൽ ഒരു സസ്യത്തിനെ നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു പരപോഷി ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ഒരു പരപോഷിക്ക് ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഒരു ജന്തു എന്ന് പറയുന്നത് എന്താണ്? പരപോഷിക്ക് ഉദാഹരണമാണ്. ഇപ്പം നമ്മൾ പശു എടുക്കുകയാണെങ്കിൽ പശുവിന് എന്താണ്? ഒരു സസ്യത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. ഏതെങ്കിലും ഒരു സസ്യത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? അവർക്ക് ആഹാരം ലഭിക്കുന്നത് അല്ലേ? കാരണം അവരെന്താണ്? ഒരു സസ്യബുക്ക് ആയതുകൊണ്ട് തന്നെ സസ്യങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ആഹാരം ലഭിക്കുന്നത്. ഈ സിംഹം പോലുള്ളവയെ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? അവയ്ക്ക് മറ്റ് ജന്തുക്കളെയാണ് എന്ത് ചെയ്യുന്നത്? അവർ ആഹാരത്തിനായി ആശ്രയിക്കുന്നത് അല്ലേ? അവയെ നമ്മൾ എന്തെന്ന് പറയാം?
മാംസ്യബുക്കുകൾ എന്ന് പറയാം. മാംസ്യബുക്കുകൾ. മനുഷ്യ അതേ സമയത്ത് മനുഷ്യനാണെങ്കിലോ മനുഷ്യന് സസ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട്, ജന്തുക്കളെ ആശ്രയിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കോഴികളുടെ മുട്ട കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോഴി കഴിക്കുന്നുണ്ട്, അതായത് മാംസം കഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അരിയാഹാരങ്ങൾ കഴിക്കുന്നുണ്ട്, അതായത് സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ആഹാരങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കഴിക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ മാംസ്യബുക്കായിട്ടോ അല്ലെങ്കിൽ സസ്യബുക്കായിട്ടോ അല്ല, പകരം നമുക്ക് എന്ന് പറയാം ഒംനിയോർസ് എന്ന് പറയാം അല്ലേ. സാധാരണ അങ്ങനെയുള്ള ജീവികളെ നമ്മൾ വിളിക്കുന്നത് ഒംനിയോറുകൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. അത് പിന്നെ അടുത്ത ക്ലാസ് വേറൊരു ക്ലാസ് നമുക്ക് അത് പറയാം. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞെന്താണ്? സ്വപോഷികളും പരപോഷികളുമാണ് പറഞ്ഞത്. സ്വപോഷികൾ എന്ന് പറയുന്നത് എന്താണ്? സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നവരെന്ന് പറയുന്നത് സ്വപോഷികൾ എന്ന് പറയുന്നത്. എന്നാൽ മറ്റ് ജീവികളെ ആശ്രയിച്ച് അല്ലെങ്കിൽ മറ്റ് ജീവികളെ ആഹാരത്തിനെ ആശ്രയിക്കുന്ന ജീവികളാണെന്ന് പറയുന്നത് പരപോഷികൾ എന്ന് വിളിക്കുന്നത്. ഉദാഹരണം നമ്മൾ പറഞ്ഞു. സ്വപോഷികൾക്ക് ഉദാഹരണം സസ്യങ്ങളും പരപോഷികൾക്ക് ഉദാഹരണം ജന്തുക്കളുമാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ അടുത്തതിലേക്ക് പോവാം. സസ്യങ്ങൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം. ഇത് PSCക്ക് ചോദിച്ചാണ്. PSC 1 മാർക്ക് എഴുതിയിടുക. സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ദയവ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് എഴുതി വയ്ക്കരുത്. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്? വലിച്ചെടുത്തിട്ടാണ് ഓക്സിജൻ പുറത്തു വിടുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡ് എന്തിനല്ല എടുക്കുന്നത്? ശ്വസിക്കാനല്ല എടുക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് എന്തിനെടുക്കുന്നു? ഫോട്ടോസിന്തസിസിനാണ് കാർബൺ ഡൈ ഓക്സൈഡ്, പ്രകാശ സംശ്ലേഷണത്തിനാണ് എന്ത് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നത്. അതേസമയം ശ്വസിക്കാൻ, റെസ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ശ്വസിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ശ്വസിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഓക്സിജൻ ആണ്. ഓക്കെ, ശ്വസിക്കാനായി ഉപയോഗിക്കുന്നത്, ശ്വസനത്തിനായി ഉപയോഗിക്കുന്നത് എന്താണ്? ഓക്സിജൻ ആണ്. എപ്പോഴും ആലോചിക്കുക, എല്ലാ ജീവികളും ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ഏത് വാതകമാണ്? ഓക്സിജൻ ആണ്. ഇപ്പം മനുഷ്യനായാലും ബാക്കി ഏത് ജന്തുക്കളായാലും ഏത് സസ്യങ്ങളായാലും ഉപയോഗിക്കുന്നത് എന്താണ്? ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഓക്സിജൻ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്? അവർ ശ്വസിക്കുന്നത്. അതേസമയം കാർബൺ ഡൈ ഓക്സൈഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം ഉപയോഗിക്കുന്ന വാതകം. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം ഉപയോഗിക്കുന്ന വാതകമാണ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. മറ്റ് സസ്യങ്ങൾ പാകം ചെയ്ത ആഹാരം അതേപടി ആഗിരണം ചെയ്യുന്ന സസ്യങ്ങളെ പറയുന്ന പേര്. ഒന്നുകൂടെ പറയാം. മറ്റ് സസ്യങ്ങൾ പാകം ചെയ്ത ആഹാരത്തെ അതേപടി ആഗിരണം ചെയ്യുന്ന സസ്യങ്ങൾക്ക് പറയുന്ന പേര്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതായത് ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഒരു വലിയ ചെടി എന്ത് ചെയ്യുന്നു? നമുക്കൊരു മാവ് തന്നെ എടുക്കാം. മാവ് എന്ത് ചെയ്യുന്നു? സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നു? ആഹാരം പ്രിപ്പയർ ചെയ്യുകയാണ്, അത് ഉണ്ടാക്കി വച്ചേക്കുകയാണ് എന്ന് വിചാരിക്കുക. ആ ആഹാരത്തെ അതേപോലെ എന്ത് ചെയ്യുന്നു? മറ്റൊരു സസ്യം വലിച്ചെടുക്കുന്നു അല്ലെങ്കിൽ ആഗിരണം ചെയ്യുന്നു. അങ്ങനെയുള്ള സസ്യങ്ങളെ വിളിക്കുന്ന പേരാണ് പൂർണ്ണപരാതം എന്ന് വിളിക്കും. പൂർണ്ണപരാതം. അതായത് ഈ പരാതങ്ങൾക്ക്, ഈ പൂർണ്ണപരാതങ്ങൾക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവ സസ്യങ്ങളാണെങ്കിൽ സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ കഴിവില്ല? ആഹാരം ഉണ്ടാക്കാനുള്ള കഴിവ് ആർക്കില്ല? ഈ പൂർണ്ണപരാതങ്ങൾക്കില്ല. ഓക്കെ, പൂർണ്ണപരാതങ്ങൾക്ക് എന്തിനുള്ള കഴിവില്ല? സ്വന്തമായ ആഹാരം ഉണ്ടാക്കാൻ കഴിവില്ല. പക്ഷേ മറ്റൊരു സസ്യം ഉണ്ടാക്കി വെച്ചിട്ട് ആഹാരം എന്ത് ചെയ്യുന്നു? അവ വലിച്ചെടുക്കുന്നു. അതാണ് പൂർണ്ണപരാതം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മൂടില്ലാത്ത ആളി. മൂടില്ലാത്ത ആളി ഉദാഹരണം. പൂർണ്ണപരാതങ്ങൾക്ക് ഉദാഹരണമാണ് എന്ത്? മൂടില്ലാത്ത ആളി. അടുത്ത് റെഫ്ലേഷ്യ. നമ്മൾ ഈ ഏറ്റവും വലിയ പൂവെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? റെഫ്ലേഷ്യ. അല്ലെങ്കിൽ ശവം നാറും പോലെ നാറുന്ന പൂവാണ് എന്ന് പറയുന്നത് റെഫ്ലേഷ്യ എന്ന് പറയുന്നത്. നമ്മൾ കേട്ടുള്ളതാണ് റെഫ്ലേഷ്യ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പൂവെന്ന് നമുക്ക് പറയാം. പിന്നെ ഇതൊക്കെയാണ് എന്തിന് ഉദാഹരണം? പൂർണ്ണപരാതങ്ങൾക്ക് ഉദാഹരണം. ഓക്കെ, പൂർണ്ണപരാതങ്ങൾക്ക് ഉദാഹരണമാണ് എന്ന് പറയുന്നത് മൂടില്ലാത്ത ആളി, റെഫ്ലേഷ്യ പോലുള്ളവ. അവ എന്ത് ചെയ്യുന്നു? മറ്റു ജീവികളുടെ അല്ലെങ്കിൽ മറ്റു ജീവികൾ ഉണ്ടാക്കി, മറ്റു സസ്യങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആഹാരത്തെ എന്ത് ചെയ്യുന്നു? ആഗിരണം ചെയ്ത് ജീവിക്കുന്ന സസ്യങ്ങളാണ് എന്ന് പറയുന്നത് പൂർണ്ണപരാതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പൂർണ്ണപരാതമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ അടുത്ത ചോദ്യം ഇതിൽ ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിതകമില്ലാത്ത സസ്യം എന്നറിയപ്പെടുന്നത്. ഹരിതകമില്ലാത്ത സസ്യം എന്നറിയപ്പെടുന്നത് ഏതാണ് ചോദ്യം? ഏതാണ്? കുമിള് അല്ലെങ്കിൽ കൂണാണ്. ഓക്കെ, കുമിളുകൾ അല്ലെങ്കിൽ കൂണുകളാണ് എന്തെന്നറിയപ്പെടുന്നത്? ഹരിതകമില്ലാത്ത സസ്യം എന്ന് അറിയപ്പെടുന്നത്. ഹരിതകമില്ലാത്ത സസ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുമിൾ അല്ലെങ്കിൽ കൂണുകളാണ്.
അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കൾ മറ്റ് സസ്യങ്ങളിൽ നിന്ന് ആഗിരണം ചെയ്യുകയും സ്വയം ആഹാരം നിർമ്മിക്കുകയും ചെയ്യുന്ന സസ്യങ്ങൾ. ഒന്നുകൂടെ പറയാം. ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കൾ മറ്റു സസ്യങ്ങളിൽ നിന്ന് ആഗിരണം ചെയ്യുകയും സ്വയം ആഹാരം നിർമ്മിക്കുകയും ചെയ്യുന്ന സസ്യങ്ങളെ വിളിക്കുന്ന പേരെന്തെന്നാണ് ചോദ്യം. അതായത് ഇപ്പോൾ ഒരു മാവ് എടുക്കുകയാണ്. നമ്മൾ നേരത്തെ മാവിൻ്റെ കാര്യമായിട്ട് പറഞ്ഞത്. ഇതേ സമയം മാവിൽ തന്നെ വളരുന്ന ഒരു സസ്യം. ഓക്കെ, മാവിൽ തന്നെ വളരുന്ന ഒരു സസ്യം മാവ് ആഗിരണം ചെയ്യുന്ന, അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് മാവ് എന്ത് ചെയ്യുന്നു? ആഗിരണം ചെയ്യുന്ന, അതിന് ആഹാരം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ എന്ത് ചെയ്യുന്നു? ഈ മാവിൽ ജീവിക്കുന്ന ഈ സസ്യം എന്ത് ചെയ്യുന്നു? വലിച്ചെടുക്കുന്നു. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ആഹാരത്തെ അല്ല, ആഹാരം ഉണ്ടാക്കാനുള്ള വസ്തുക്കൾ എന്ത് ചെയ്യുന്നു? ആഗിരണം ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? സ്വയം ഇതെന്ത് ചെയ്യുന്നു? ആഹാരം ഉണ്ടാക്കുന്നു. അതിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. അതിനെ വിളിക്കുന്ന പേരാണ് അർദ്ധപരാതം. എന്തെന്ന് വിളിക്കും? അങ്ങനെയുള്ള പരാതങ്ങളെ എന്തെന്ന് വിളിക്കും? അർദ്ധപരാതം എന്ന് വിളിക്കും. അർദ്ധപരാതം, അർദ്ധപരാതം. ഇവയ്ക്ക് ഉദാഹരണം എന്തെന്നാണ് അടുത്ത ചോദ്യം. ഉദാഹരണം ഇത്തിള്. ഇത്തിള്. അടുത്ത് രണ്ടാമത്തെ ഉദാഹരണം ചന്ദനം. നമ്മളെ ചന്ദനമരമൊക്കെ ഇല്ലേ, നമ്മൾ കുറിയൊക്കെ ഇടുന്ന ചന്ദനം, ആ ചന്ദനം. ഓക്കെ, ഇതൊക്കെയാണ് എന്തിനുദാഹരണം? എന്തിനുദാഹരണം? അർദ്ധപരാതങ്ങൾക്ക് ഉദാഹരണം. അതായത് ഇത്തിൾ കണ്ടില്ലേ, ഇത്തിളൊക്കെ എന്താണ്? പച്ചയിലാണല്ലോ ഇത്തിളിനുള്ളത്. ഇത്തിളിനുള്ളത് എന്താണ്? പച്ചയിലയാണ്. അവ എന്ത് ചെയ്യുന്നു? ഈ മാവിലും അല്ലെങ്കിൽ ഈ പ്ലാവിലൊക്കെ നമ്മൾ കാണുന്നതാണ് ഇത്തിളെന്ന് പറയുന്നത്. ഇത്തിൾ പിടിച്ചു പോയെന്നൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഇത്തിള് പിടിച്ചു കഴിഞ്ഞാൽ എന്താണ്? അതിരിക്കുന്ന ഭാഗത്ത് എന്ത് ചെയ്യുന്നു? വേരുകൾ ഇറക്കി എന്ത് ചെയ്യുന്നു? ഈ ഏത് ചെടിയിലാണോ ഉള്ളത് ആ ചെടി വലിച്ചെടുക്കുന്ന വസ്തുക്കളെ, അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് എടുക്കുന്ന ആഗിരണം ചെയ്യുന്ന വസ്തുക്കളെ എന്ത് ചെയ്യുന്നു? അവ വലിച്ചെടുക്കുകയും സ്വന്തമായിട്ട് അവർ ആഹാരം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഓക്കെ, അതും ആ മരത്തിന് ദോഷമാണ്. എന്നാലും അവർക്ക് ആവശ്യമുള്ള ആഹാരമല്ല എടുക്കുന്നത്, ആഹാരം ഉണ്ടാക്കുന്ന വസ്തുക്കളെ എടുത്ത് എന്ത് ചെയ്യുന്നു? അവർ ആഹാരം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ചന്ദനമരം നിങ്ങൾ കേട്ടില്ലേ? ചന്ദനമരം നിൽക്കുന്നതിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ചന്ദനമരത്തിനടുത്തൊക്കെ നല്ല മരങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ? ചന്ദനം വളരുള്ളൂ. കാരണം മറ്റ് സസ്യങ്ങളുടെ വേരുകളിലേക്ക് എന്ത് ചെയ്യുന്നു? ചന്ദനമരത്തിൻ്റെ വേരുകൾ ഇറങ്ങുകയും അവ ആഗിരണം ചെയ്യുന്ന വസ്തുക്കളെ എന്ത് ചെയ്യുന്നു? ചന്ദനം ആഗിരണം ചെയ്താണ് ചന്ദനം വളരുന്നത്. ഓക്കെ, അതുകൊണ്ട് ചന്ദനം എന്തിന് ഉദാഹരണമാണ്? അർദ്ധപരാതങ്ങൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം, ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങൾ. അതായത് മരിച്ച അല്ലെങ്കിൽ ചത്തുവീണ വസ്തുക്കളിൽ നിന്ന്, അല്ലെങ്കിൽ ചത്തുവീണ വസ്തുക്കളെ ആഗിരണം ചെയ്ത് ജീവിക്കുന്ന ജീവികളെ അല്ലെങ്കിൽ സസ്യങ്ങളെ വിളിക്കുന്ന പേര് എന്തെന്നാണ് ചോദ്യം. ഒന്നുകൂടെ പറയാം. അല്ലെങ്കിൽ ജീർണിച്ച ജൈവാവശിഷ്ടം, അതായത് ഓർഗാനിക് മാറ്റർ. നമ്മളിപ്പം ചത്ത ജന്തുക്കളാവാം, അല്ലെങ്കിൽ ഈ മുറിച്ചിട്ട മരങ്ങളാകാം. അങ്ങനെയൊക്കെ ചത്തുപോയ ജീവികളിൽ ആശ്രയിച്ച് ജീവിക്കുന്ന സസ്യങ്ങളെ അല്ലെങ്കിൽ ജന്തുക്കളെയൊക്കെ വിളിക്കുന്ന പേര് എന്തെന്നാണ് ചോദ്യം. അവയെ വിളിക്കുന്ന പേരാണ് ശവോപജീവികൾ. ശവോപജീവികൾ. അല്ലെങ്കിൽ സാപ്രോഫൈറ്റ്. സാപ്രോഫൈറ്റ്, ശവോപജീവികൾ. ശവോപജീവികൾ, ആ പേര് തന്നെ ഉണ്ട്. എന്ത്? ശവത്തെ ചെന്ന് ജീവിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം ശവോപജീവികൾ. അതായത് ചത്തു വീണ അല്ലെങ്കിൽ മരിച്ചുപോയ ജന്തുക്കളെ അല്ലെങ്കിൽ സസ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന, ആഹാരത്തിന് വേണ്ടി ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികളാണ് എന്ന് പറയുന്നത് ശവോപജീവികൾ എന്ന് പറയുന്നത്. ശവോപജീവികൾ. ഇവയ്ക്ക് ഉദാഹരണം എന്താണ്? കുമിളുകളും പൂപ്പുകളുമാണ്. ഓക്കെ, കുമിളുകൾ അല്ലെങ്കിൽ കൂണുകൾ എന്നൊക്കെ പറയുന്നത് ഉദാഹരണമാണ്. ശവോപജീവികൾക്ക് ഉദാഹരണം. അല്ലെങ്കിൽ പൂപ്പ് ഇതിന് ഉദാഹരണമാണ്. ശവോപജീവികൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത്, കൂൺ ഉൾപ്പെടുന്ന പൂപ്പൽ വിഭാഗത്തിൽപ്പെടുന്നവയെ ഏത് വിഭാഗത്തിൽപ്പെടുത്തുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതായത് ഈ പറഞ്ഞവയിൽ അർദ്ധപരാതം, പൂർണ്ണപരാതം, ശവോപജീവികൾ, ഇതിൽ ഏതിലാണ് എന്ത് വരുന്നത്? കൂണുകൾ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ മഷ്റൂം എന്ന് പറയില്ലേ, മഷ്റൂം ഉൾപ്പെടെയുള്ള എല്ലാ പൂപ്പലുകളും അല്ലെങ്കിൽ പൂപ്പൽ വിഭാഗത്തിൽപ്പെടുന്ന എല്ലാം ഏതിലാണ് വരുന്നതെന്നാണ് ചോദ്യം. ഏതിലാണ് വരുന്നത്? ശവോപജീവികളിലാണ് വരുന്നത്. അതാണ് നമ്മൾ ഇത്രയേറെ പറഞ്ഞത്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിക്കുന്ന മൂലകം ഏത്? ഓക്കെ, ഒന്നുകൂടെ വായിക്കാം. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു മൂലകം ഏത് എന്നാണ് ചോദ്യം. ഏതാണ് മൂലകം?
നൈട്രജൻ ആണല്ലേ. നമ്മൾ സസ്യങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു മൂലകമാണ് എന്ന് പറയുന്നത് നൈട്രജൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇരപിടിയൻ സസ്യങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രാണികളെ ആഹാരമാക്കുന്നത്? ഒന്നുകൂടെ പറയാം. ഇരപിടിയൻ സസ്യങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രാണികളെ ആഹാരമാക്കുന്നത്? ഇരപിടിയൻ സസ്യങ്ങൾ എന്താണ് ഇരപിടിയൻ സസ്യങ്ങൾ? നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, വീനസ് ഫ്ലൈ ട്രാപ്പ് പോലുള്ള ചില സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രാണികളെയാണ് ആഹാരമാക്കുന്നത്. അവർ സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യല്ല ചെയ്യുന്നത്, പകരം എന്ത് ചെയ്യുന്നു? വേറെ ഈ ചെറിയ ചെറിയ പ്രാണികളെയൊക്കെ എന്ത് ചെയ്യുന്നു? അവയിൽ അകപ്പെടുത്തി അതിനെയാണ് എന്ത് ചെയ്യുന്നത്? ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇരപിടിയൻ സസ്യങ്ങൾ പ്രാണികളെ ആഹാരമാക്കുന്നത് എന്തിനെന്നാണ് ചോദ്യം. ഓക്കെ, കേട്ടോളൂ. പ്രാണികളുടെ ശരീരം വിഘടിപ്പിച്ച് അവയ്ക്ക് ആവശ്യമായ നൈട്രജൻ സ്വീകരിക്കുന്നതിനാണ് എന്ത് ചെയ്യുന്നത്? പ്രാണികളെ ആഹാരമാക്കുന്നത്. ഒന്നുകൂടെ പറയാം. പ്രാണികളുടെ ശരീരം വിഘടിപ്പിച്ച് അവയ്ക്ക് ആവശ്യമായ നൈട്രജൻ സ്വീകരിക്കുന്നതിനാണ് എന്ത് ചെയ്യുന്നത്? അവര് എന്തുപയോഗിക്കുന്നത്? പ്രാണികളെ ഉപയോഗിക്കുന്നത്, ആഹാരമായിട്ട് ഉപയോഗിക്കുന്നത്. നൈട്രജൻ ലഭിക്കാൻ വേണ്ടിയാണെന്ന് മാത്രം എഴുതിയാൽ മതി. അല്ലെങ്കിൽ അവയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനുകൾ, മാംസ്യങ്ങൾ ലഭിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? പ്രാണികളെ ഉപയോഗിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇരപിടിയൻ സസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം പച്ച ഇലകളൊക്കെ ഉണ്ട്. അതിന് എന്താണ്? വീനസ് ഫ്ലൈ ട്രാപ്പ് ഒക്കെ ഏതാ നിറത്തിലാണ്? പച്ച നിറത്തിലാണ്. പിക്ചറൊക്കെ കണ്ടവർക്ക് അറിയാം. അല്ലെങ്കിൽ പിക്ചർ പ്ലാന്റ് എന്ന് പറയുന്ന പ്ലാന്റ് എന്താണ്? പച്ച നിറത്തിലുള്ളതാണ്. അവയ്ക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജൻ അല്ലെങ്കിൽ പോഷക ഘടകങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്? അവര് പ്രാണികളെ ഉപയോഗിക്കുന്നത്. പകരം അവയ്ക്ക് അതിൽ നിന്നുള്ള പോഷക ഘടകങ്ങളൊക്കെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ആ സാധനങ്ങൾ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്? അവര് ആഹാരം ഉണ്ടാക്കുന്നത്. പ്രകാശ സംശ്ലേഷണം വഴി എന്ത് ചെയ്യുന്നത്? ആഹാരം ഉണ്ടാക്കുന്നത്. ഓക്കെ, അടുത്ത് ഇരപിടിയൻ സസ്യങ്ങൾക്ക് ഉദാഹരണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇരപിടിയൻ സസ്യങ്ങൾക്ക് ഉദാഹരണം നമ്മൾ കേട്ടിട്ടുള്ള പല ചെടികളും ഇതിലുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നാമത്തേതെന്ന് പറയുന്നത് വീനസ് ഫ്ലൈ ട്രാപ്പ്. വീനസ് ഫ്ലൈ ട്രാപ്പ്. അടുത്തത് സൺഡ്യൂ ചെടി. സൺഡ്യൂ. സൺഡ്യൂ ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഈ നാര് കണക്ക്, നമ്മൾ ഈ ബോട്ടിൽ ബ്രഷ് എന്ന് പറയും, ഈ ബോട്ടിലെ കഴിവ് വയ്ക്കുന്ന ബ്രഷ് ഇല്ലേ, അതുപോലെ ഇരിക്കും. അതുപോലെ ഇരുന്നിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ ഈ അഗ്രഭാഗങ്ങളിൽ, ഈ ബ്രഷിൻ്റെ അഗ്രഭാഗങ്ങളിൽ എന്ത് ചെയ്യും? ചെറിയ ചെറിയ ഈ നമ്മളെ ഈ എന്താണ് മഞ്ഞുതുള്ളികൾ ഇരിക്കൂലേ, അതുപോലെ ഡ്യൂ ഡ്രോപ്സ് ഇരിക്കൂലേ, അതുപോലെ ചെറിയ ഒട്ടുന്ന സാധനങ്ങൾ, പശ പോലത്തെ ചെറിയ ഒട്ടുന്ന ഡ്യൂ ഡ്രോപ്സ് പോലത്തെ സാധനങ്ങൾ കാണും. ഈ ഡ്യൂ ഡ്രോപ്സിൽ എന്ത് ചെയ്യുന്നു? ഇത് അല്ലെങ്കിൽ ഇത് തേനാണെന്ന് വിചാരിച്ച് ഇത് ഭക്ഷിക്കാനായിട്ട് പ്രാണികൾ എന്ത് ചെയ്യും? ഈ ബ്രഷ് പോലെ ഇരിക്കുന്ന സാധനത്തിൽ വന്ന് പറ്റുമ്പോഴെന്ത് ചെയ്യും? ഈ പശ പോലെ ഇരിക്കുന്ന ഡ്യൂ ഡ്രോപ്സ് പോലെ ഇരിക്കുന്ന പശ ഇല്ലേ, ഇതിലെന്ത് ചെയ്യുന്നു? ആ പ്രാണികൾ ഒട്ടിപ്പിടിക്കുകയും ഇതിങ്ങനെ മടങ്ങുകയും ചെയ്യും. ഈ ബ്രഷ് ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കോയിലി ഇങ്ങനെ ചുരുങ്ങുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഈ പ്രാണി ഇതിനകത്ത് അകപ്പെട്ടു പോവുകയും ഈ പ്രാണിയെ എന്ത് ചെയ്യുന്നു? ഭക്ഷണമായിട്ട് അല്ലെങ്കിൽ ഈ പോഷകഘടകം വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അതാണ് ഈ സൺഡ്യൂ അല്ലെങ്കിൽ സൺഡ്യൂ ചെടികളെന്ന് പറയുന്നത്. സൺഡ്യൂ ചെടികൾ നിങ്ങൾ സെർച്ച് ചെയ്താൽ, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ ഫോട്ടോയെ കിട്ടും. പിന്നെ വരുന്നതാണ് പിക്ചർ ചെടി. അല്ലെങ്കിൽ ഇവയ്ക്ക് വേറൊരു പേരുണ്ട്. എന്താണ്? നെഫാന്തസ് എന്ന് വിളിക്കും. നെഫാന്തസ്. ഓക്കെ, ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? ഇരപിടിയൻ ചെടികൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, ഇരപിടിച്ച് അല്ലെങ്കിൽ ഇൻസെക്ട്സിനെയൊക്കെ പിടിച്ച് ജീവിക്കുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് എന്ന് പറയുന്നത് പിക്ചർ പ്ലാന്റ്, സൺഡ്യൂ ചെടികൾ, അല്ലെങ്കിൽ വീനസ് ഫ്ലൈ ട്രാപ്പ് എന്ന് പറയുന്നത്. മെയിനായിട്ട് കേട്ടുള്ള വീനസ് ഫ്ലൈ ട്രാപ്പ് ആണ്. അല്ലെങ്കിൽ കണ്ടിട്ടുള്ളത് ഏതാണ്? വീനസ് ഫ്ലൈ ട്രാപ്പ് ആണ്. പിന്നെ പിക്ചർ ചെടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതധികം നിങ്ങൾ കണ്ടു കാണില്ല ഈ സൺഡ്യൂ ചെടികളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിക്ചർ പ്ലാന്റിന് അല്ലെങ്കിൽ നെഫാന്തസ് എന്ന് പറയുന്നത് ഉദാഹരണമാണ്, ഒരു ഇരപിടിയൻ ചെടിക്ക് ഉദാഹരണമാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇരപിടിയൻ സസ്യം ഏതാണ്? ചോദ്യം. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് നെഫാന്തസ് ലോവി.
നെഫാന്തസ് എന്താണെന്ന് നമുക്കറിയാം. എന്താണ് നെഫാന്തസ് എന്ന് പറയുന്നത്? പിക്ചർ പ്ലാന്റ് ആണ്. അപ്പോൾ പിക്ചർ പ്ലാന്റ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ് ഏറ്റവും വലിയ ഇരപിടിയൻ സസ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ജന്തുക്കളുടെ ശരീരത്തിൽ പുറമേ വസിക്കുന്ന പരാത ജീവികളെ വിളിക്കുന്ന പേര്. ഓക്കെ, ജന്തുക്കളുടെ പുറമേ ജീവിക്കുന്ന, അതായത് ഇപ്പം നമ്മുടെയൊക്കെ മനുഷ്യന്മാരുടെയൊക്കെ പുറത്ത്, അതായത് എന്താണ് ശരീരത്തിനെന്ന് പറയുമ്പോൾ മീൻസ് തൊലിക്കകത്താണ് നമ്മൾ ശരീരത്തിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ശരീരത്തിന് പുറത്ത് ജീവിക്കുന്ന എന്താണ് പരാത ജീവികളെ വിളിക്കുന്ന പേര് എന്തെന്നാണ് ചോദ്യം. എന്താണെന്നാണ് വിളിക്കുന്നത്? ബാഹ്യപരാതങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്ന് വിളിക്കും ബാഹ്യപരാതങ്ങൾ. ബാഹ്യപരാതങ്ങൾ. ഓക്കെ, ഒരു ബാഹ്യപരാതം പറയാമോ? ഒരു ബാഹ്യപരാതം, പേൻ. നമ്മുടെ തലയിലുള്ള പേൻ എന്തിന് ഉദാഹരണമാണ്? നമ്മുടെ തലയിലല്ല, ചിലരൊക്കെ തലയിലുള്ള പേൻ എന്നാണ് ബാഹ്യപരാതത്തിന് ഉദാഹരണമാണ്. ബാഹ്യപരാതം. പിന്നെ ഉള്ളതാണ് ചെള്ള്. നമ്മുടെ ഈ പട്ടിയുടെയും പൂച്ചയുടെയും ഒക്കെ പുറത്തും ഒക്കെ കാണാറുള്ളതാണ് ചെള്ളെന്നുള്ളത്. ഈ പശുവിൻ്റെ വീട്ടിൽ പശുവുള്ളവർക്കൊക്കെ അറിയാം. പശുവിൻ്റെ പുറത്ത് കാണപ്പെടുന്ന എന്ന് പറയുന്നത് ചെള്ള് എന്ന് പറയുന്നത്. ചെള്ളെന്നതിന് ഉദാഹരണമാണ്, ഒരു ബാഹ്യപരാതത്തിന് ഉദാഹരണമാണ് ബാഹ്യപരാതം. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ശരീരത്തിനുള്ളിൽ വസിക്കുന്ന പരാത ജീവികളെ വിളിക്കുന്ന പേര് എന്ന് വിളിക്കും ആന്തരപരാതം എന്ന് വിളിക്കും. ആന്തരപരാതങ്ങൾ. ഓക്കെ, ശരീരത്തിനകത്ത് വസിക്കുന്ന പരാതങ്ങളെ വിളിക്കുന്ന പേരാണ് ആന്തരപരാതങ്ങൾ. ജന്തുക്കളുടെ ശരീരത്തിനകത്ത് വസിക്കുന്ന പരാതങ്ങളെ വിളിക്കുന്ന പേരാണ് ആന്തരപരാതങ്ങൾ. ഉദാഹരണം വിര. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുള്ളതാണ്, ആഹാരം കൂടുതൽ കഴിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കാനാണ്, നിന്റെ വയറ്റിൽ എന്താ കൊക്കപ്പുഴ ഉണ്ടാകുന്ന ചോദിക്കില്ലേ? കൊക്കപ്പുഴ എന്നതിന് ഉദാഹരണമാണ്, ഒരു ആന്തരപരാതത്തിന് ഉദാഹരണമാണ് കൊക്കോപ്പുഴു. ഓക്കെ, അപ്പോൾ ആന്തരപരാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ അല്ലെങ്കിൽ ജീവികളുടെ ശരീരത്തിനകത്ത് ജീവിക്കുന്ന പരാതങ്ങളായെന്ന് പറയുന്നത് ആന്തരപരാതം എന്ന് പറയുന്നത്. ഉദാഹരണം വിര അല്ലെങ്കിൽ കൊക്കോപ്പുഴു. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? ആന്തരപരാതങ്ങൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, ഇപ്പോൾ ടേപ്പ് വാം എന്നൊക്കെ പറയൂലേ, ടേപ്പ് വാം, അതൊക്കെ എന്തിന് ഉദാഹരണമാണ്? ആന്തരപരാതങ്ങൾക്ക് ഉദാഹരണമാണ്. ഓർമ്മിച്ച് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് പരാതങ്ങളോ അല്ലെങ്കിൽ എന്താണ് ഇതുപോലുള്ള പൂർണ്ണപരാത, അർത്ഥപരാത, ശവോപജീവികൾക്ക് ഉദാഹരണം, അതുപോലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ മനുഷ്യശരീരം, അന്നബോധത്തിലൂടെ എന്നുള്ള ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഇനി മനുഷ്യശരീരവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മനുഷ്യശരീരത്തിലെ കഠിനമേറിയ ഭാഗം. ഓക്കെ, മനുഷ്യശരീരത്തിലെ കാഠിന്യമേറിയ ഭാഗം ഏതെന്നാണ് ചോദ്യം. ഏതാണ്? പല്ലുകളാണ്. പല്ലുകൾ. മനുഷ്യശരീരത്തിലെ കാഠിന്യമേറിയ ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പല്ലുകളാണ്. പല്ലുകളുടെ കാഠിന്യത്തിന് കാരണമായ പദാർത്ഥം നമ്മൾ എപ്പോഴും കേട്ടുള്ള ക്വസ്റ്റ്യനാണ്, പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. മനുഷ്യശരീരത്തിൽ അല്ലെങ്കിൽ പല്ലുകളുടെ കാഠിന്യത്തിന് കാരണമായിട്ടുള്ള പദാർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഇനാമലാണ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഇനാമലാണ്. പല്ലിൻ്റെ ഏറ്റവും ഉപരിതല പാളി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അല്ലെങ്കിൽ പുറം പാളി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇനാമലാണ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ 2-3 ക്വസ്റ്റ്യനാണ്, അല്ലെങ്കിൽ 2-3 ക്വസ്റ്റ്യൻ ഒരുമിച്ചാണ് പറഞ്ഞത്. ഏതാണ്? മനുഷ്യശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗം എന്ന് ചോദിച്ചാൽ പല്ലാണ്. പല്ലിൻ്റെ കാഠിന്യത്തിന് കാരണമായ വസ്തു എന്ന് ചോദിച്ചാൽ ഏതാണ്? ഇനാമലാണ്. മനുഷ്യത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം എന്ന് ചോദിച്ചാൽ ഏതാണ്? ഇനാമലാണ്. പല്ലിൻ്റെ ഉപരിതല പാളി അല്ലെങ്കിൽ പുറംപാളി എന്നറിയപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇനാമലാണ്. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത ഇനാമലുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യമാണ്, ഇനാമലിന് ഇത്രയും കാഠിന്യം ഉണ്ടാകാൻ കാരണമായ വസ്തു അല്ലെങ്കിൽ പല്ലിന് ഇത്രയും കാഠിന്യം നൽകുന്ന പദാർത്ഥം ഏതാണ് ചോദ്യം. അല്ലെങ്കിൽ പദാർത്ഥമല്ല, ഘടകം ഏതാണ് ചോദ്യം. നമ്മൾ ഈ പല്ലിന് എല്ലിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ ഇതിവിടെ ചോദിച്ചത് എന്താണ്? പല്ലിൻ്റെ ഇനാമലിന് ഇത്രയും കാഠിന്യം ഉണ്ടാകാൻ കാരണം എന്നതാണ് ചോദ്യം. കാരണം എന്താണ്? കാൽഷ്യം ഫോസ്ഫേറ്റ് പരലുകളാണ്. എന്താണ് കാരണം? കാൽഷ്യം ഫോസ്ഫേറ്റ് പരലുകളാണ് കാരണം. ഓക്കെ, ക്രിസ്റ്റൽസ്, കാൽഷ്യം ഫോസ്ഫേറ്റ് ക്രിസ്റ്റൽസ് ആണ് എന്തിന് കാരണം? ഇനാമലിന് കാഠിന്യം ഉണ്ടാകാൻ കാരണം. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദന്തക്ഷയം ഉണ്ടാകുന്നതിനുള്ള കാരണം. ഓക്കെ,
നമ്മൾ ഈ പല്ലിൽ പോടുമെന്നൊക്കെ പറയില്ലേ, ഈ പല്ലിൽ കേടുവെന്നൊക്കെ പറയുന്നതിന് കാരണം, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്താണ് ചോദ്യം. കാരണം എന്താണ്? ബാക്ടീരിയകളുടെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന ആസിഡുകളാണ് ദന്തക്ഷയം ഉണ്ടാക്കുന്നത്. നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. 7ാം ക്ലാസ് വരെ ഒന്നും പോകണ്ട, അതിന് മുമ്പ് അവൻ പഠിച്ചിട്ടുണ്ട്. രാത്രി പല്ല് വയ്ക്കാതെ കിടന്നു കഴിഞ്ഞാൽ, പാല കുടിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? രാവിലെ അല്ലെങ്കിൽ അങ്ങനെ സ്ഥിരം കുടിച്ചുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും? പല്ലിൽ പോട് വരും അല്ലെങ്കിൽ കേട് വരും നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? ഈ പല്ലിനകത്തുള്ള ബാക്ടീരിയ, പല്ലിൽ വായിക്കകത്തുള്ള ബാക്ടീരിയകൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഉപാപചയ പ്രവർത്തനം നമ്മൾ കഴിച്ചിട്ട് നമ്മൾ ബ്രഷ് ചെയ്യാതെ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഈ ആഹാരം ആര് വേടിപ്പിക്കും? ഈ ബാക്ടീരിയകൾ വേടിപ്പിച്ച് ആസിഡുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ആസിഡുകൾ കാരണമാണ് എന്ത് ചെയ്യുന്നത്? പല്ലുകൾക്ക് കേട് വരുന്നത് അല്ലെങ്കിൽ ദന്തക്ഷയം വരുന്നതിന് കാരണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേ ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 7ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോഴത്തേക്ക് ഞാൻ പറയാം. ഈ ചോദ്യം എന്ന് പറയുന്നത്, പല്ലുകൾക്കിടയിൽ ആഹാരാവശിഷ്ടങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ ബാക്ടീരിയകൾ അതിൽ നിന്ന് പോഷണം നേടുന്നു. ഓക്കെ, ക്ലിയർ ആണ്? ഇതാണ് നേരത്തെ പറഞ്ഞത്. പല്ലുകൾക്കിടയിൽ എന്ത് ചെയ്യുന്നു? ആഹാരാവശിഷ്ടങ്ങൾ ഇരിക്കുമ്പോൾ അതെന്ത് ചെയ്യുന്നു? ബാക്ടീരിയകൾ പോഷക ഘടകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫലമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ് ഏത്? അതായത് ഈ പോഷണമായിട്ട് ആര് ഉപയോഗിക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു? ഈ ആഹാരാവശിഷ്ടങ്ങൾ ബാക്ടീരിയ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ ബാക്ടീരിയ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? കുറച്ച് ആസിഡ് ഉൽപ്പാദിപ്പിക്കുമെന്ന് പറഞ്ഞു അല്ലേ? ദന്തക്ഷയം ഉണ്ടാകാൻ കാരണം ആസിഡാണെന്ന് പറഞ്ഞു. ആ ആസിഡ് ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ആ ഉണ്ടാവുന്ന ആസിഡ് ഏത് ആസിഡാണെന്നാണ് ചോദ്യം. ഏത് ആസിഡാണ്? ലാക്റ്റിക് ആസിഡാണ്. ഏതാണ് ആസിഡ്? ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡാണ് ഉണ്ടാവുന്നത്. ലാക്റ്റിക് ആസിഡുകൾ. ഓക്കെ, പല്ലിന്റെ ദന്തക്ഷയത്തിന്റെ കാരണം എന്താണ്? അല്ലെങ്കിൽ ദന്തക്ഷയത്തിന്റെ കാരണം എന്താണ്? ലാക്റ്റിക് ആസിഡുകളാണ്. ലാക്റ്റിക് ആസിഡ്. ഈ ലാക്റ്റിക് ആസിഡ് മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ ലാക്ടോസ് എന്ന് പഠിച്ചിട്ടുണ്ടല്ലേ? ലാക്ടോസ് വിഘടിച്ചാണ് എന്തുണ്ടാവുന്നത്? മെയിനായിട്ട് ലാക്റ്റിക് ആസിഡ് ഉണ്ടാവുന്നത്. ഈ ലാക്ടോസ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്തിനകത്താണ്? പാലിനകത്താണല്ലേ? പാലിനകത്താണ് എന്ത് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ ലാക്ടോസ് കാണപ്പെടുന്നത്. അപ്പോൾ രാത്രി കാലങ്ങളിൽ ഈ കുട്ടികൾക്ക് പാല് കൊടുത്തിട്ട് കിടത്താറുണ്ടല്ലേ? പാല് കൊടുത്തിട്ട് ആ പാലും കുടിച്ചോണ്ട് കിടന്നൊക്കെ പറയാറുണ്ട്. ഈ പാലും കുടിച്ചോണ്ട് കിടക്കുമ്പോൾ എന്ത് ചെയ്യണം? പല്ല് വെച്ചിട്ട് വേണം കിടക്കാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഓരോരുത്തായിട്ട് ഓരോ കളർ കുത്തു വീഴും. ഓക്കെ, അത് കാരണം എന്താണ്? ലാക്റ്റിക് ആസിഡ് ഉണ്ടാവുന്നതുകൊണ്ടാണ്. ഈ ലാക്റ്റിക് ആസിഡാണ് എന്ത് ചെയ്യുന്നത്? ദന്തക്ഷയത്തിന് കാരണമായിട്ട് വരുന്നത് ലാക്റ്റിക് ആസിഡ്. ഇതുണ്ടാക്കുന്ന ബാക്ടീരിയയാണ് ലാക്ടോബാസിലസ്. ഓക്കെ, ലാക്ടോസിനെ ലാക്റ്റിക് ആസിഡ് ആക്കുന്ന ബാക്ടീരിയ ആണ് എന്ന് പറയുന്നത് ലാക്ടോബാസിലസ് എന്ന് പറയുന്നത്. PSCക്ക് ചോദിച്ചത് ഇതാണ്. ദന്തക്ഷയത്തിന് കാരണമാകുന്ന ബാക്ടീരിയ എന്നാണ് ചോദിച്ചത്. ഓപ്ഷനിൽ എന്തുണ്ടായിരുന്നു? ലാക്ടോബാസിലസും ഉണ്ടായിരുന്നു, സ്ട്രെപ്റ്റോകോക്കസും ഉണ്ടായിരുന്നു. സ്ട്രെപ്റ്റോകോക്കസ് ഇത് രണ്ടും ദന്തക്ഷയം ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, മെയിനായിട്ട് ലാക്റ്റിക് ആസിഡ് ഉണ്ടാക്കുന്ന ആരാണ്? ലാക്ടോബാസിലസ് ആണ്. ഈ ലാക്ടോബാസിലസ് ആണ് പാല് പുളിച്ച് തൈരാവാനൊക്കെ സഹായിക്കുന്ന ആരാണ്? ലാക്ടോബാസിലസ് ആണ്. ലാക്ടോബാസിലസ് എന്തുണ്ടാക്കാറുണ്ട്? ദന്തക്ഷയം ഉണ്ടാക്കാറുണ്ട്. സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയകളും എന്ത് ചെയ്യാറുണ്ട്? ഈ ദന്തക്ഷയം ഉണ്ടാക്കാറുണ്ട്. അപ്പം ഓപ്ഷനിൽ രണ്ടും ഉണ്ടായിരുന്നു. A ഓപ്ഷൻ ലാക്ടോബാസിലസ് ആണെങ്കിൽ C ഓപ്ഷൻ എന്തായിരുന്നു? സ്ട്രെപ്റ്റോകോക്കസ് ആയിരുന്നു. രണ്ടും എന്താ ചെയ്യാറുണ്ട്? ദന്തക്ഷയം ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഇത്തിരി കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ലാക്റ്റിക് ആസിഡിന് ലാക്റ്റിക് ആസിഡ് ഉണ്ടാക്കുന്ന മെയിൻ ബാക്ടീരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറയാം ലാക്ടോബാസിലസ് എന്ന് പറയാം. ആ വാക്യം തന്നെ ലാക്ടോബാസിലസ്. ലാക്ടോസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബാക്ടീരിയയാണ് ലാക്ടോബാസിലസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ലാക്ടോബാസിലസ് ആണ് അതിന്റെ കാരണം എന്ന് നമുക്ക് പറയാം. പക്ഷേ സ്ട്രെപ്റ്റോകോക്കസ് എന്ത് ചെയ്യാറുണ്ട്? ആ ദന്തക്ഷയം ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലാക്ടോബാസിലസ് മാർക്ക് ചെയ്താൽ മതി. PSC പറഞ്ഞത് ലാക്ടോബാസിലസ് തന്നെയാണ്. ഓക്കെ, അടുത്ത് ഏത് പ്രായത്തിലാണ് കുട്ടികൾക്ക് പല്ല് മുളയ്ക്കുന്നത്? അതായത് ജനിച്ചു കഴിഞ്ഞ് എത്ര നാൾ കഴിയുമ്പോഴാണ് ഒരു കുട്ടിക്ക് പല്ല് മുളയ്ക്കുന്നതെന്നാണ് ചോദ്യം. എത്രയാണ്? അമ്മമാർക്കൊക്കെ അറിയായിരിക്കും. എത്രയാണ്? 6 മാസം പ്രായമാകുമ്പോഴാണ്. ഏകദേശം 6 മാസം പ്രായമാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പോൾ ജനിച്ചൊരു നവജാത ശിശുവിന് എന്ത് ചെയ്യുന്നത്? പല്ലുകൾ മുളയ്ക്കുന്നത് 6 മാസം ജനിച്ച 6 മാസം കഴിയുമ്പോഴാണ്. ഓക്കെ,
അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ചോദ്യം, ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങളാണ്. അടുത്തത്, ഏകദേശം 6 മാസമാകുന്നത് മുതൽ ആണ് പല്ലുകൾ മുളയ്ക്കാൻ തുടങ്ങുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. 6 മാസം ആകുമ്പോഴത്തൊട്ടാണ് എന്ത് ചെയ്യുന്നത്? പല്ലുകൾ മുളച്ചു തുടങ്ങുന്നത്. ഈ പല്ലുകളെ വിളിക്കുന്ന പേര്, അതായത് കുട്ടികൾക്ക് വരുന്ന ഈ പല്ലുകളെ വിളിക്കുന്ന പേരാണ് പാൽപ്പല്ലുകൾ. പാൽപ്പല്ലുകൾ. കുട്ടികൾക്ക് വരുന്ന ഈ 6 മാസം ആകുമ്പോൾ തൊട്ട് കുട്ടികൾക്ക് വരുന്ന പല്ലുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? പാൽപ്പല്ലുകൾ എന്ന് പറയും. പാൽപ്പല്ലുകൾ. മിൽക്ക് ടീത്ത് എന്ന് പറയും. മിൽക്ക് ടീത്ത്. പാൽപ്പല്ലുകൾ. പാൽപ്പല്ലുകൾ, മിൽക്ക് ടീത്ത് എന്ന് പറയും. ഓക്കെ, അടുത്ത്, ഏറ്റവും അവസാനം ഉണ്ടാകുന്ന അറ്റത്തുള്ള പല്ലുകൾ. ഏറ്റവും അവസാനം ഉണ്ടാകുന്നത് ഏറ്റവും അറ്റത്തുള്ള പല്ല് ഏതെന്നാണ് ചോദ്യം. ഏതാണ് പല്ല്? അണപ്പല്ലുകൾ. അണപ്പല്ലുകൾ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, കുട്ടികൾക്ക് പല്ല് വരുന്നത് ആദ്യം എവിടെ നിന്നാണ് വരുന്നത്? ഫ്രണ്ടിൽ നിന്നാണ് വരുന്നത്. ഈ താഴത്തെയും മുകളിലത്തെയും പല്ലിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? തുടങ്ങുന്നത്. ചില കുട്ടികൾക്ക് ചിരിക്കുമ്പോഴറിയാം ഈ 2 പല്ലുകളെ എന്ത് ചെയ്യുള്ളൂ? കാണത്തുള്ളൂ. പിന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഓരോ കൊമ്പല്ലും അല്ലെങ്കിൽ ചർവണകവും അഗ്രചർവണകമായിട്ട് എന്ത് ചെയ്യുന്നത്? പല്ലുകൾ അകത്തോട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെ ഏറ്റവും അവസാനം ഉണ്ടാകുന്നതും ഏറ്റവും അഗ്രഭാഗത്തുണ്ടാകുന്ന പല്ലുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? അണപ്പല്ലുകൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ ചിലരൊക്കെ ഭീഷണിപ്പെടുത്തിട്ടില്ലേ, ഞാൻ അടിച്ച് അണപ്പല്ല് തെറിപ്പിക്കുമെന്ന് പറയും, ചില സിനിമകളിലൊക്കെ പറയാറുണ്ട് അല്ലേ. ആ അണപ്പല്ല് എന്ന് മീൻസ് എന്താണ്? ഏറ്റവും അറ്റത്തുള്ള പല്ലുകൾ, അഗ്രഭാഗത്തുള്ള പല്ലുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? അണപ്പല്ലുകൾ എന്ന് പറയുന്നത്. അത് ഈ ചർവണകവും അഗ്രചർവണകവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നതാണ് ഏതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ പല്ലുകളാണ് എന്ന് പറയുന്നത് അണപ്പല്ലുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, 6 വയസ്സ് മുതൽ പാൽപ്പല്ലുകൾ ഓരോന്നായി കൊഴിയുന്നു. ഓക്കെ, 6 മാസത്തിൽ ഉണ്ടാകുന്ന പല്ലുകൾ 6 വയസ്സാകുമ്പോൾ എന്ത് ചെയ്യും? ഓരോന്നായിട്ട് കൊഴിഞ്ഞു. ചില കുട്ടികൾക്ക് എന്ത് ചെയ്യാറുണ്ട്? 6 വയസ്സൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ 8, 10 ആകുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ? കൊഴിഞ്ഞു തുടങ്ങും. അതൊക്കെ ഓരോരുത്തർ ശരീരപ്രകൃതി അനുസരിച്ചാണ്. ഇത് സാധാരണ രീതിയിൽ എന്താണ്? 6 വയസ്സാകുമ്പോഴത്തൊട്ടേ എന്ത് ചെയ്യുന്നു? ചില കുട്ടികൾക്ക് 6 വയസ്സാവണതിന് മുമ്പേ എന്ത് ചെയ്യും? കൊഴിഞ്ഞു. ഈ മിഠായികളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യും? 6 വയസ്സാവുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? പല്ലുകളൊക്കെ ഓരോന്നായിട്ട് നമ്മൾ കേടുവന്ന് ഇളവി പോവുകയും പുതിയ പല്ലുകൾ വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ 6 വയസ്സ് മുതൽ പാൽപ്പല്ലുകൾ ഓരോന്നായിട്ട് കൊഴിയുന്നു. പിന്നീട് വരുന്ന പല്ലുകളെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദ്യം. പിന്നെ വരുന്ന പല്ലുകളെ വിളിക്കുന്ന പേരാണ് സ്ഥിരദന്തങ്ങൾ എന്ന് വിളിക്കും. സ്ഥിരദന്തങ്ങൾ എന്ന് വിളിക്കും. സ്ഥിരദന്തങ്ങൾ എന്ന് വിളിക്കാൻ കാര്യം, ഇവ പിന്നെ തൊഴിഞ്ഞു പോകത്തില്ല. പാൽപ്പല്ലുകൾ എന്ത് ചെയ്യും? കൊഴിഞ്ഞു പോവില്ലേ. പിന്നെ വരുന്ന പല്ലുകളാണ് സ്ഥിരദന്തങ്ങൾ എന്ന് പറയുന്നത്. ഈ സ്ഥിരദന്തങ്ങൾ എന്ത് ചെയ്യില്ല? ഇനി കൊഴിഞ്ഞു പോകത്തില്ല. അഥവാ ഇളവി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വേറെ പല്ലുകളും വരില്ല. അതുകൊണ്ടാണ് അവയെ എന്ന് വിളിക്കുന്നത്? സ്ഥിരദന്തങ്ങൾ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അതായത് പാൽപ്പല്ലുകൾ എന്ന് പറയുന്നത് കുട്ടിയായിരിക്കുമ്പോൾ വരുന്ന പല്ലാണ്. ഇത് കൊഴിഞ്ഞു പോകും. ഓക്കെ, കൊഴിഞ്ഞു പോയിട്ടുണ്ടാവുന്ന ദന്തങ്ങളാണ് എന്ന് പറയുന്നത് സ്ഥിരദന്തങ്ങൾ എന്ന് പറയുന്നത്. ഇവ എന്ത് ചെയ്യും? കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല? വേറെ പല്ലുകൾ വരത്തില്ല. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, പല്ലിലെ രക്തക്കുഴലുകളും നാഡികളും കാണപ്പെടുന്നത് എവിടെയാണ്? നമ്മൾ ഈ പല്ലിൻ്റെ പടം വരയ്ക്കുമ്പോഴത്തേക്ക് കണ്ടിട്ടുണ്ടല്ലേ, ഈ കോൾഗേറ്റിൻ്റെയും ക്ലോസപ്പിൻ്റെയൊക്കെ പടത്തിൽ അല്ലെങ്കിൽ പരസ്യത്തിൽ പല്ലിൻ്റെ പടം കാണിക്കും. കൂടുതലായിട്ട് ഈ സെൻസോഡൈൻ്റെ ഒക്കെ പരസ്യത്തിലാണ് കാണിക്കുന്നത്. ഇങ്ങനെയാണ് പല്ല് കാണിക്കുന്നത്. ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതാണ് പല്ല് കാണിക്കുന്നത്. ഇങ്ങനെയാണ് പല്ല് കാണിക്കുന്നത്. ഈ പല്ല് കാണിക്കുമ്പോൾ പല്ലിൻ്റെ നാഡികളും ഞരമ്പുകളൊക്കെ വരുന്ന ഈ ഒരു ഭാഗമുണ്ട്. ഈ ഭാഗത്തിനെ വിളിക്കുന്ന പേരെന്തെന്നാണ് ചോദ്യം. ഓക്കെ, പല്ലിൻ്റെ രക്തക്കുഴലുകളും നാഡികളും കാണപ്പെടുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ അത് ആ ഭാഗത്തിനെ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദ്യം. അതിൻ്റെ പേരാണ് പൾപ്പ് ക്യാവിറ്റി. അല്ലെങ്കിൽ ഈ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? പൾപ്പ് ക്യാവിറ്റി. പൾപ്പ് ക്യാവിറ്റി. ഓക്കെ, പല്ലിൻ്റെ രക്തക്കുഴലുകളും അല്ലെങ്കിൽ നാഡീഞരമ്പുകളൊക്കെ കാണപ്പെടുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? പൾപ്പ് ക്യാവിറ്റി എന്ന് വിളിക്കും. പൾപ്പ് ക്യാവിറ്റി. ഓക്കെ, ഇത്രയാണ് പല്ലുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി പറയുന്നത് പല്ലുകളുടെ വിഭാഗമാണ്. അതായത് എത്ര തരത്തിലുള്ള പല്ലുകൾ, പ്രായപൂർത്തിയായ ഒരാളിൽ സാധാരണയായിട്ട് കാണപ്പെടുന്ന പല്ലുകളുടെ എണ്ണവും ഏത് രീതിയിലുള്ള പല്ലുകളാണ് കാണപ്പെടുന്നതെന്നാണ് ചോദ്യം. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നോക്കിക്കോ, ഒരു പൂർണ്ണ വളർച്ച എത്തിയ ഒരാളിൻ്റെ എത്ര പല്ലുകളുണ്ട്?
32 പല്ലുകളുണ്ട് അല്ലേ? കയ്യിരിപ്പ് അനുസരിച്ച് കയ്യിരിപ്പ് നല്ലതാണെങ്കിൽ പല്ലുകൾ എത്ര ആണ്? 32 എണ്ണം കാണും ഇല്ലേ? സാധാരണ മനുഷ്യൻ്റെ പല്ലുകളുടെ എണ്ണം ചോദിച്ചാൽ 32 പല്ലുകളാണ്. അതിൽ 8 ഉളിപ്പല്ലുകൾ. ഉളിപ്പല്ലുകൾ എത്ര എണ്ണം? 8 എണ്ണം. ഇവയെ വിളിക്കുന്ന പേരെന്താണ്? ഇൻസിസേഴ്സ് എന്നാണ്. ഇംഗ്ലീഷ് എന്ന് പറയും ഇൻസിസേഴ്സ്. ഓക്കെ. അടുത്ത് വരുന്നതാണ് കോമ്പല്ലുകൾ. കോമ്പല്ലുകളുടെ എണ്ണം 4 ആണ്. 4 കോമ്പല്ലുകൾ. ഇതിനെ വിളിക്കുന്ന പേര് കനൈൻ. കനൈൻ. ഓക്കെ. 8 ഉളിപ്പല്ലുകൾ, 4 കോമ്പല്ലുകൾ, 8 അഗ്രചർവണകം. 8 അഗ്രചർവണകം. ഓക്കെ. 8 അഗ്രചർവണകം അല്ലെങ്കിൽ പ്രീമോളാറുകൾ. അടുത്ത് 12 ചർവണകം. ഓക്കെ. 12 ചർവണകം അല്ലെങ്കിൽ മോളാർ. ചിലപ്പോൾ ഇൻസിസെന്നും കെനൈനെന്നും പ്രീമോളാർന്നും മോളാർന്നും ആയിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ടാണ് അതുകൂടെ എഴുതിയിട്ടത്. ഓക്കെ. അപ്പോൾ 32 പല്ലുകൾ, അതിൽ 8 ഉളിപ്പല്ലുകൾ, 4 കോമ്പല്ലുകൾ, 8 അഗ്രചർവണകം, 12 ചർവണകങ്ങൾ. ഓക്കെ. ഇത്രയാണ് മനുഷ്യൻ്റെ പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ, നോർമൽ മനുഷ്യൻ്റെ പല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ദന്തൽ ഫോർമുല ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? ദന്തൽ ഫോർമുല 2:1:2:3/2:1:2:3. ഓക്കെ. അതായത് മുകളിലത്തെ പല്ലുകൾ, താഴത്തെ പല്ലുകൾ. ഓക്കെ. ഇത് 2 സൈഡിലെ പല്ലാണെന്ന് വിചാരിച്ചോ. ഇവിടെ തൊട്ട് ഇൻസസ്, ഇവിടെ തൊട്ട് തുടങ്ങി ഉളിപ്പല്ല് തുടങ്ങി, ഇവിടെ ചർവണകം, ഇവിടെയും ചർവണകം. എത്രയാണ് വിചാരിച്ചോ? ഇതിനെ നടുക്കുന്ന എന്ത് ചെയ്യുന്നു? നമ്മൾ 2ആയിട്ട് മുറിക്കുന്നു. ഓക്കെ. ഒരാളുടെ ഫേസ് അല്ലെങ്കിൽ പല്ലിൻ്റെ മോൾ ഭാഗവും താഴ്ഭാഗമാണ്. ഇതിനെ നമ്മൾ നടുക്കുന്ന എന്ത് ചെയ്യുന്നു? കറക്റ്റ് സെൻറ്ററിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഒരു കട്ട് ചെയ്യുന്നു. നമ്മൾ പല്ലിന് നടുക്ക് ഒരു വെട്ടമുണ്ടല്ലേ, ആ വെട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പകുതിയാക്കുന്നു. എന്നിട്ട് ഇതാ നമ്മുടെ വായുടെ ഇങ്ങനെ തുറക്കുന്ന ഭാഗമില്ലേ, അല്ലെങ്കിൽ പല്ല് 2ാമത്തെ ഭാഗമില്ലേ, അവിടെ 2ആയിട്ട് ഇങ്ങനെ തിരിക്കുന്നു. ഓക്കെ. എന്നിട്ട് ഈ ഒരു ഭാഗത്തിലെ പല്ലുകളുടെ എണ്ണമാണ് ഇതായി എഴുതിയിരിക്കുന്നത്. ഓക്കെ. 4ആയിട്ട് ഇങ്ങനെ വിഭജിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗത്തിൻ്റെ പല്ലുകളുടെ എണ്ണമാണ് എന്ന് പറയുന്നത് ഈ മുകളിൽ എഴുതിയിരിക്കുന്നത്. താഴെ എഴുതിയിരിക്കുന്നത് താഴത്തെ, അതിന് തൊട്ട് താഴത്തെ പല്ലുകളുടെ ഒരു ഭാഗത്തെ പല്ലുകളുടെ എണ്ണമാണ് താഴത്തെ 2:1:2:3 എന്ന് പറയുന്നത്. ഓക്കെ. ക്ലിയർ ആണല്ലോ? അതാണ് അതിൻ്റെ ഡെന്റൽ ഫോർമുല. മനുഷ്യൻ്റെ ഡെന്റൽ ഫോർമുല വെച്ച് കഴിഞ്ഞാൽ 2:1:2:3/2:1:2:3 എന്നാണ്. ഓക്കെ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതുമാണ്. അടുത്ത് ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉളിപ്പല്ലുകൾ എന്തിനു ഉപയോഗിക്കുന്നു? ഉളിപ്പല്ലുകൾ ഉപയോഗിക്കുന്നത് ആഹാരത്തെ കടിച്ചു മുറിക്കാനാണ്. ഓക്കെ. ആഹാരത്തെ കടിച്ചു മുറിക്കാൻ, നമ്മൾ ആപ്പിളെ കടിക്കുമ്പോൾ ആലോചിച്ചാൽ മതി, ഫ്രണ്ടിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? കടിച്ചാണ് എടുക്കുന്നത് അല്ലേ? അത് ഉളിപ്പല്ലുകൾ ഉപയോഗമാണ്. ആഹാരങ്ങളെ കടിച്ച് മുറിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ന് പറയുന്നത് ഉളിപ്പല്ലുകൾ എന്ന് പറയുന്നത്. അടുത്ത കോമ്പല്ലുകൾ എന്ന് പറയുന്നത് എന്തിനു ഉപയോഗിക്കുന്നു? മാംസം കടിച്ചു കീറാൻ ഉപയോഗിക്കുന്നു. ഓക്കെ. മാംസം കടിച്ചു കീറാൻ ഉപയോഗിക്കുന്ന പല്ലുകളാണ് എന്ന് പറയുന്നത് കോമ്പല്ലുകൾ എന്ന് പറയുന്നത്. ഈ അധികമായിട്ട് മാംസം കഴിക്കുന്നവർക്ക് കോമ്പല്ലുകളുടെ നീളം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഈ കൂർത്തിരിക്കും കൂടുതൽ. അധികമായിട്ട് ഈ മാംസം കഴിക്കുന്നവർ, ഈ അധികമായിട്ട് മാംസം കഴിക്കുന്നവർ കൂടുതൽ കടിക്കാനുള്ള ടെൻഡൻസിയും കാണിക്കും. ഓക്കെ. അവരുടെ കോമ്പല്ലുകൾ വലുതാവുകയും ചെയ്യും. കൂടുതലായിട്ട് കടിക്കാൻ ടെൻഡൻസി കാണിക്കുന്നത് ഈ മാംസം കൂടുതലായിട്ട് കഴിക്കുന്നവരാണ്. ഓക്കെ. പിന്നെ കോമ്പല്ലുകൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞു ജന്തുക്കളെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികളെന്ന് പറഞ്ഞില്ലേ, ഈ സിംഹം പോലുള്ളവ, അതുപോലുള്ള മാംസബുക്കുകൾക്ക് കോമ്പല്ലുകളാണ് കൂടുതൽ. ഓക്കെ. കൂർത്ത കോമ്പല്ലുകളാണ് എന്ത് ചെയ്യുന്നത്? മാംസബുക്കുകൾക്ക് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ കോമ്പല്ലുകൾ എന്തിനു ഉപയോഗിക്കുന്നു? മാംസം കടിച്ചു കീറുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന പല്ലുകളാണ് എന്ന് പറയുന്നത് കോമ്പല്ലുകൾ എന്ന് പറയുന്നത്. അടുത്ത് ഈ ചർവണകവും അഗ്രചർവണവും എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ നമ്മൾ കടിച്ചെടുത്ത ആഹാരത്തെ എന്ത് ചെയ്യുന്നു? ചവച്ചരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന പല്ലുകളാണ് എന്ന് പറയുന്നത് ചർവണകവും അഗ്രചർവണകവും എന്ന് പറയുന്നത്. ഓക്കെ. ഇത്രയാണ് പല്ലുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇത് ഏകദേശം ആ ഒരു അന്നഭോഗത്തിലൂടെ ചാപ്റ്ററിൻ്റെ പകുതിയായിട്ടില്ല. ഇനി നമുക്കതിൽ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ അത് ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം.